മത്സരം എന്ന് പറയുന്ന ഒരു സംഗതിയെ നിരാകരിക്കരുത്. ഈ മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കലുകൾ എല്ലാവർക്കും എന്താ പറയുക, കൈത്താങ് കൊടുക്കലും, പരീക്ഷകൾ ലഘൂകരിക്കലും, ചോദ്യം എഴുതി വെക്കുമ്പോൾ തന്നെ അതിന് ഫുൾ മാർക്ക് കൊടുക്കലും, അല്ലെ പകുതി മാർക്ക് കൊടുക്കലും, മറ്റ് മോഡറേഷൻ കൊടുക്കലും, 99.999% വിജയം എന്നൊക്കെ വന്ന് പറയുന്നതൊക്കെ അപഹാസ്യമായ അശ്ലീലമായ കാര്യങ്ങളാണ്. അവിടെ എന്താണ്, ഇപ്പോൾ ഒരു മൊത്തം A+ വാങ്ങിച്ച ഒരാളെ നിങ്ങൾ എത്ര പേര് തൊഴിൽ നിർത്തും എന്നുള്ളൊരു ചോദ്യമാണ്. അൺലെസ് ദേ ആർ സ്കിൽഡ് ആൻഡ് യു ആർ കൺവിൻസ്ഡ് ദാറ്റ് ദേ ആർ സ്കിൽഡ്. സ്കില്ലൊന്നും നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർത്തും. അല്ലെന്നുണ്ടെങ്കിൽ ഈ A+ കണ്ട് നിങ്ങൾ എന്തെങ്കിലും മാമ്പുവും അതും കണ്ട് കൊതിക്കരുതെന്ന് പറയുന്നോണം. A+ കണ്ട് ആരും ഇന്ന് കൊതിക്കാറില്ല. കാരണം അതെങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ആളുകൾക്കുണ്ട്. ഇതാണ് ഈ കോമ്പറ്റീഷനെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ കോമ്പറ്റീഷൻ എന്നുള്ള ആശയത്തോടുള്ള നമ്മളുടെ ഒരു വിരക്തി. അതുവഴിയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കുട്ടികളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുക, ഇംഗ്ലീഷ് മുട്ട പോലെയാക്കുക, ലേയേഴ്സ് ഓഫ് പ്രൊട്ടക്ഷൻ. കുട്ടികൾ അന്നേരം ഒരു രീതിയിലുള്ള വെല്ലുവിളികളോ ഒരു രീതിയിലുള്ള പരീക്ഷകളോ ഒന്നും നേരിടാതിരിക്കുക, അല്ലെ നേരിടുന്ന പരീക്ഷകളിൽ വിജയം അനായാസമാക്കുക, ഒരുപാട് താഴ്ത്തി വെച്ചു കൊടുക്കുക. അപ്പോൾ ചാടേണ്ട കാര്യമൊന്നുമില്ല, ചുമ്മാതെ അങ്ങ് പോയാൽ മതി. അവൻ ചാടുന്നതനുസരിച്ച് ഉയരം ക്രമീകരിക്കുക. ഇതൊന്നും വിദ്യാഭ്യാസമല്ല, ഇതുവഴി ഒന്നും നേടാനും പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പത്രത്തിലൊക്കെ കാണിക്കുക, ഇങ്ങനെ 99, 100 അക്ഷരം എഴുതാൻ അറിയാൻ വയ്യാത്തവനും ജയിക്കും. ചിലപ്പോൾ അവന് B+ഓ A ഒക്കെ കിട്ടിയെന്നിരിക്കും.